Already we had seen certain theories, incentive theories, drive theories, and instinct theories of motivation. The next theory is goal setting theory. Actually, goal setting theory and incentive theory are known as cognitive theories of motivation, because both of these factors, both of these theories purely stand upon the basis of the cognitive factors, because other than certain internal push, certain other cognitive factors influencing our motivation and such type of behaviors. So incentive theory and goal setting theory, both of these theories are come under the cognitive theory category. Both of these are the cognitive theories of motivation. Yes. Goal setting theory, according to this view, motivation can be strongly influenced by goals. Actually, this is not a theory. This theory began for the clarification of certain findings. It was found to clarify certain findings. Then first come the findings, but it cannot be explained with the help of a theory. So the theory was established and the findings was clearly explained. ആക്ച്വലി ഗോൾ സെറ്റിംഗ് തിയറി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരിക്കൽ തിയറി ആയിട്ട് രൂപപ്പെട്ടതല്ല. പകരം ആദ്യം ഇതിൻ്റെ ചില സെർട്ടൈൻ ഫാക്ടേഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ ഇൻസെൻറ്റീവ് തിയറിയിൽ കണ്ടാണ്. സെർട്ടൈൻ ഫാക്ടേഴ്സ് ഓഫ് അട്രാക്ഷൻസ് ജനറേറ്റ് സെർട്ടൈൻ ടൈപ്സ് ഓഫ് ബിഹേവിയേഴ്സ് ഇൻ ആൻ ഇൻഡിവിജ്വൽ. വ്യക്തികളിൽ ചില തരം പെരുമാറ്റങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഒരു വലിയ റോളുണ്ട്. എന്താണ്? ഇൻസെൻറ്റീവ്സിൻ്റെ അട്രാക്ഷന് വലിയ റോളുണ്ട്. ദെൻ ഇൻസെൻറ്റീവ്സിൻ്റെ അട്രാക്ഷൻ അത്ര വലിയ റോളുണ്ട് എങ്കിൽ പോലും ഈ ഇൻസെൻറ്റീവ്സിനെ നമുക്ക് എങ്ങനെ ഇൻസെൻറ്റീവ്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഗോൾസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്, നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിനെ ബേസ് ചെയ്തിട്ട് ഇതിന് മാറ്റം വരാം. മോട്ടിവേഷനിൽ മാറ്റം വരാം, മോട്ടിവേഷണൽ ബിഹേവിയേഴ്സിൽ മാറ്റം വരാം. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് ബിഗിൻ ആസ് എ തിയറി എന്ന് പറയുന്നത്. ആൻ ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ് ഒക്വേർഡ് ഫസ്റ്റ്, ദെൻ എ തിയറി വാസ് കൺസ്ട്രക്റ്റഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ആദ്യമേ ഫൈൻഡിങ്സ് ആണ് വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡിങ്സ് വന്നു. ഫൈൻഡിങ്സ് വന്നതിന് ശേഷം എന്ത് ഡെവലപ്പ് ചെയ്തു? ആ ഫൈൻഡിങ്സിനെ ക്ലിയർ ആക്കുന്നതിന്, എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തിയറി രൂപപ്പെടുത്തിയെടുക്കേണ്ടി വന്നു. അതാണ് ആ തിയറിയെ കൊണ്ടുവന്നു. തിയറി കൊണ്ടുവന്നു. അതാണ് ഗോൾ സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. ഇറ്റ് വിൽ നോട്ട് വർക്ക് ഇൻ എവറി സിറ്റുവേഷൻ. ഇറ്റ് വർക്ക്സ് അണ്ടർ സെർട്ടൈൻ കണ്ടീഷൻസ്. ഇത് എല്ലാ സ്ഥലത്തും ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഇത് പ്രായോഗികമാകണമെന്നില്ല. ദെൻ സെറ്റിംഗ് ഓഫ് സ്പെസിഫിക് ആൻഡ് ചലഞ്ചിങ് ബട്ട് അറ്റൈനബിൾ ഗോൾസ് ക്യാൻ ബൂസ്റ്റ് മോട്ടിവേഷൻ ആൻഡ് പെർഫോമൻസ്. നമുക്ക് മെഷറബിൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന വളരെ ക്ലിയർ കട്ടായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്തതാണ് ഗോൾ എങ്കിൽ എന്തുണ്ടാകത്തില്ല? പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യത്തില്ല, മോട്ടിവേഷൻ ഉണ്ടാകത്തില്ല. ഇഫ് ദ ഗോൾ ഈസ് അറ്റൈനബിൾ ആൻഡ് ഇഫ് ദ ഗോൾ ഈസ് സ്പെസിഫിക് വൺ, വാട്ട് വിൽ ഹാപ്പൻ? വി ക്യാൻ ഇമ്പ്രൂവ് അവർ പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ദാറ്റ് ഈസ് ഗോൾ സെറ്റിംഗ് തിയറി. അതാണ് ഗോൾ സെറ്റിംഗ് തിയറി പറയുന്നത്. എസ്പെഷ്യലി വെൻ ഇൻഡിവിജ്വൽസ് ആർ കമ്മിറ്റഡ് ടു റീച്ചിങ് ദ ഗോൾസ് ആൻഡ് റിസീവ് ഫീഡ്ബാക്ക് ഓൺ ദെയർ പ്രോഗ്രസ്. എപ്പോഴും നമ്മൾ ആ ഗോളിൽ എത്തിച്ചേരുക, ദെൻ അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുക. ഗോളിൽ എത്തിച്ചേരുന്നതിനോടൊപ്പം തന്നെ ഫീഡ്ബാക്കും നമുക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ വർക്കൗട്ട് ആവും എന്നാണ് പറയുന്നത്. ഗോൾ സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത് വർക്കൗട്ട് ആവും. നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക്, ബിയോണ്ട് ദ ഗോൾ അച്ചീവ്മെൻറ്റ്, അവർ പെർഫോമൻസ് ബി ഇവാലുവേറ്റഡ് ബൈ അതേഴ്സ്. വാട്ട് വിൽ ഹാപ്പൻ? വി ട്രൈയിങ് ഹാർഡ് ടു അച്ചീവ് ദാറ്റ് ഗോൾ ആൻഡ് ഗെറ്റ് എ ബെറ്റർ റിസൾട്ട്. നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ, നല്ലൊരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും.
അപ്പോൾ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഫോർട്ടുകൾ ഉണ്ടാക്കുക. ക്ലിയർ കട്ട് ഗോളാണ്, അറ്റൈനബിൾ ആണ്, അതിനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ ബിഹേവിയറിൽ മാറ്റം വരാം. അത് നമ്മളുടെ ബിഹേവിയറിനെ ഇമ്പ്രൂവ് ചെയ്യാം, മോട്ടിവേഷൻ ഉണ്ടാക്കാം. ഇതാണ് ഗോൾ സെറ്റിംഗ് തിയറിയിൽ പറയുന്നത്. യെസ്, each of the motivational theories examine the various types of motivational behaviors and performance. They clearly picturize the causal factors behind such type of behaviors, certain types of behaviors. Why did individuals behave in that way? Then the first theory in drive theory, what will be the reason behind the motivational behavior? They explained that drives are responsible for motivational behavior. For the fulfillment of our drives, that means the psychological tension and physical arousal. To reduce the psychological tension and physical arousal, individuals trying had to fulfill the needs, because if they are not satisfy such a type of needs, it will create certain ഡിസ്കംഫോർട്ട് അമംഗ് ഇൻഡിവിജ്വൽസ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആ ഡിസ്കംഫോർട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെൻഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി അവർ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർ ആ നീഡ് ഫുൾഫിൽ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്, വലിയ ടെൻഷനാണ്, ഇൻറ്റേർണൽ ടെൻഷൻസാണ്, വളരെ വലിയ ടെൻഷൻസാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യും. അതിനെ ഓവർകം ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ ഡിസ്കംഫോർട്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ബുദ്ധിമുട്ടും. അതാണ് ഈ നമ്മുടെ ഡ്രൈവ് തിയറിയിൽ പറയുന്നത്. സോ ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് അവർ ബയോളജിക്കൽ നീഡ്സ് ആൻഡ് ടു അവോയ്ഡ് ദ ഡിസ്കംഫോർട്ട് generated by the internal drives are responsible for certain types of behaviors in individuals. Then in the case of incentive theory, the attractions pull the organism to pull the organism to achieve that incentive achieve ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ അട്രാക്ഷൻ നമ്മളെ അങ്ങോട്ട് വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കും. പുൾ തിയറി, ഡ്രൈവ്സ് തിയറി ആർ the internal pushes are responsible for such behaviors. It is known as the push theory. Then the instinct theory, it is also the biological one. Instinct are the unlearned biological tendencies of individuals and animalസിലും ഇൻഡിവിജ്വൽസിലും ഒക്കെ കാണുന്നതാണ്. Then certain types of behaviors അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? there are instincts because instincts are responsible for such behaviors. ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത്, ഇൻസ്റ്റിങ്ക്റ്റ് ആണ് കഷ്ടപ്പെടുന്നത്, ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അതിൻ്റെ കാരണമായി ഭവിക്കുന്നത്. ഇൻസ്റ്റിങ്ക്ട്സ് ആർ റെസ്പോൺസിബിൾ ഫോർ സച്ച് ബിഹേവിയേഴ്സ്. ഇൻസ്റ്റിങ്ക്റ്റുകളാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് അൺലേൺഡ് ആയിട്ടുള്ള ബയോളജിക്കൽ ടെൻഡൻസീസ് ആണ്, നമ്മുടെ ബയോളജിക്കൽ ടെൻഡൻസീസ് ആണ്. ഓൾ ദീസ് ആർ അൺലേൺഡ് വൺ. അത് നമ്മൾ പഠിച്ചതല്ല, പകരം അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ അല്ലെങ്കിൽ ഇന്നേറ്റായിട്ട് നമ്മളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ആ ഇന്നേറ്റ് ആയിട്ടുള്ള നമ്മളുടെ ബയോളജിക്കൽ ടെൻഡൻസീസാണ് തിയറിയിൽ വരുന്നത്. ഇൻ ഗോൾ സെറ്റിംഗ് തിയറി, the specific attainable goals should directly influence our motivational behaviors. It should influence our performance. മോട്ടിവേഷനെ മാത്രമല്ല, ബിഹേവിയറിനെ മാത്രമല്ല, പെർഫോമൻസിനെയും അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെർഫോമൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുന്നത്. അടുത്ത ലെവൽ എന്ന് പറയുന്നത് മാസ്ലോയുടെ അബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ്. This theory is a new approach. It is known as the humanistic approach, because humanistic approach give importance to the human life, their wants, desires and their satisfaction. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് തിയറീസ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ,
അവൻ്റെ ഡിസയേഴ്സ് എന്തൊക്കെയാണ്, അവൻ്റെ സന്തോഷം എന്താണ്, ഇതിനെപ്പറ്റിയാണ് ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ദ മേജർ പ്രൊപ്പോണൻ്റ് ഓഫ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഈസ് അബ്രഹാം മാസ്ലോ. His motivational theory is known as hierarchy of needs because he arranged the human needs in a hierarchical order. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ശ്രേണി. അബ്രഹാം മാസ്ലോ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഹ്യൂമൻ നീഡ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്തു, അതിനെ ഒന്ന് ഹൈറാർക്കിക്കൽ ഓർഡറിലാക്കി. അതുകൊണ്ടാണ് ആ തിയറി ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹി അറേഞ്ച്ഡ് ദ മേജർ ഹ്യൂമൻ നീഡ്സ് ഇൻ എ hierarchical order. He placed the most strongest and basic needs in the first one. Basic needs as first one. He placed in the base of the hierarchy. He placed the basic biological and strong desires of individuals. Strong needs of individuals. Strong needs means our entire biological behaviors, biological tendencies are strong one than other needs. മറ്റ് നീഡിനേക്കാൾ വളരെ ടെൻഡൻസി കൂടുതലും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളതുമായ ടെൻഡൻസീസാണ് ഇതിനകത്ത് വരുന്നത്, ബയോളജിക്കൽ നീഡ്സ് വരുന്നത്. അതുകൊണ്ട് ഹി പ്ലേസ്ഡ് ദ ബയോളജിക്കൽ നീഡ്സ് ഇൻ ദ ബേസ് ഓഫ് ദ ഹൈറാർക്കിയുടെ ബേസിൽ അദ്ദേഹം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത് ഈ ബയോളജിക്കൽ നീഡ്സിനെയാണ്. Then according to this theory, Maslow stated that without the satisfaction of these basic needs, individuals cannot satisfy the higher level needs. ബേസിക് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാതെ, ലോവർ ലെവലിലുള്ള നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാതെ ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വ്യക്തിക്ക് പോലും അവൻ്റെ ഹയർ ലെവൽ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾക്ക് പോലും ഹയർ ലെവൽ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. ബേസിക് നീഡിനെ ഫുൾഫിൽ ചെയ്യാതെ ലോവർ ഓർഡറിലുള്ള നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുക പ്രൈമർലി, then only the individual can satisfy the higher level individual. ഹയർ ലെവൽ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ലോവർ ഓർഡർ നീഡ്സിനെ ആദ്യം ഫുൾഫിൽ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഹയറാർക്കി ഓഫ് നീഡ്സ് തിയറി. അതാണ് ഹയറാർക്കി ഓഫ് നീഡ്സ് തിയറിയിൽ പറയുന്നത്. ആദ്യം ലോവർ ലെവൽ നീഡ്സ് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ഹയർ ലെവൽ നീഡ്സ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റൂ. അതല്ലാതെ ഹയർ ലെവൽ നീഡ്സിനെ ലോവർ ലെവൽസ് ഫുൾഫിൽ ചെയ്യാതെ അത് നമുക്ക് ഹയർ ലെവൽസിലുള്ളത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഈ തിയറിയിൽ പറയുന്നത്. The hierarchy of needs are physiological needs, safety needs, need for belongingness or love and belongingness need, esteem needs, self-actualization need. Self-actualization and esteem needs are the topest of this hierarchy. He placed both of these needs in the top of the hierarchy. ഈ രണ്ട് ഹയർ ലെവൽ നീഡ്സിനെ ഹൈറാർക്കിയുടെ മുകളിലായിട്ടാണ് അദ്ദേഹം പ്ലേസ് ചെയ്തത്. ബേസ് ലെവലിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള തിയറികളാണ് ഏറ്റവും ബേസ് ലെവലിൽ അദ്ദേഹം പ്ലേസ് ചെയ്തിരുന്നത്. ദെൻ the first theory, base of the theory, that is the physiological needs. Physiological needsനെ ബേസ് ചെയ്തിട്ട്, physiological needs, they are hunger, thirst, sex, sleep, oxygen, etc. are considered as the basic needs and basic needs or physiological needs. Basic needs എന്ന് പറയും, അതല്ലെങ്കിൽ physiological needs എന്ന് പറയും. അത് എന്താണ്? അത് നമ്മളുടെ ബയോളജിക്കൽ നീഡ്സാണ്. അതാണ് ഈ ഹൈറാർക്കിയിലെ ഏറ്റവും ബേസിലായിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നീഡ്സിനെ ബേസ് ചെയ്താണ് എന്ത് വരുന്നത്? ഈ നീഡ്സിലാണ് ബാക്കി എല്ലാ നീഡുകളും ഉറച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് നീഡായതെന്ന് ബയോളജിക്കൽ നീഡ്സ് ആയതുകൊണ്ടാണ് അതിനെ ഏറ്റവും ബേസ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അവർ നീഡ് ഫോർ ഫുഡ്, നീഡ് ഫോർ ഹങ്കർ, നീഡ് ഫോർ സെക്ഷൽ നീഡ് സാറ്റിസ്ഫാക്ഷൻ, സ്ലീപ്പ്, നീഡ് ഫോർ ഓക്സിജൻ, നമ്മളിതെല്ലാം പഠിച്ചിരുന്നു. ഓൾ ദീസ് ആർ നോൺ ആസ് ദ പ്രൈമറി നീഡ്സ് നമ്മൾ പഠിച്ചിരുന്നത്. ബിക്കോസ് സച്ച് ടൈപ്പ് ഓഫ് നീഡ്സ് ആർ എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ദാറ്റ് സ്പീഷീസ്. അല്ലേ, ആ ഒരു സ്പീഷീസിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം. വിത്തൗട്ട് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദീസ് നീഡ്സ് വി കാൺട്ട്
എക്സിസ്റ്റ്. നമ്മളുടെ എക്സിസ്റ്റൻസ് പോലും എക്സിസ്റ്റൻസ് നടക്കത്തില്ലാത്ത ഒരു നല്ല എക്സിസ്റ്റൻസ് പോലും ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് ഈ പറയുന്ന ബയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ഓഫ് ദോസ് നീഡ്സ് ആർ വെരി ഹൈ. വളരെ വലിയ സ്ട്രെങ്താണ് ഇവർക്കുള്ളത്, വലിയ സ്ട്രോങ് ആണ്. ഈ തിയറി എന്ന് പറയുന്നത് തന്നെ വലുതാണ്, അത് സ്ട്രോങ് ആയിട്ടുള്ളൊരു തിയറിയാണ്. ആ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് ബേസാണ്. അപ്പോൾ ഹങ്കർ എന്ന് പറയുന്നതും തെർസ്റ്റ് എന്ന് പറയുന്നതും ഒക്കെ നമുക്ക് ഫുൾഫില്ല് ചെയ്യാതെ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ഹങ്കർ നീഡും തെർസ്റ്റ് നീഡും എല്ലാം നമ്മളെ പിന്നോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും ടു ഫുൾഫിൽ ദാറ്റ് വൺ, അല്ലേ? അതിനെ പിന്നോട്ട് പിടിച്ച് വലിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സാറ്റിസ്ഫൈഡ് ആകത്തില്ല? ഹയർ ലെവലിലേക്കുള്ള നമ്മളുടെ പോക്ക് അത്ര സുഗമമാകത്തില്ല, അത് സാറ്റിസ്ഫൈഡ് ആകത്തില്ല. ദെൻ അപ്പം ഹങ്കറിനെ നമുക്ക് എത്ര സമയം വിശപ്പ് സഹിച്ച് എത്ര സമയം നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും? വിശപ്പ് സഹിച്ച് എത്ര സമയം നമുക്ക് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റും? ദാഹം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് എത്ര സമയം നിൽക്കും? ദെൻ സെക്ഷൽ നീഡിനെ ഈ ഒരു ബേസിൽ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എഗനസ്റ്റ് അവർ കൾച്ചർ. നമ്മുടെ കൾച്ചറിന് എഗനസ്റ്റാണ്. ബട്ട് ആസ് ആൻ ഇൻഡിവിജ്വൽ ഇറ്റ് ഈസ് കറക്റ്റ്. സെക്ഷൽ നീഡിനെ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതും അതിനെപ്പറ്റി ക്ലാസ്സുകൾ എടുക്കുന്നതും വരെയും പലപ്പോഴും നമ്മൾ അതിന് പല ആസ്പെക്റ്റുകളിലാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇവിടെ മാസ്ലോ placed this need in the base level because he considered sex is the essential part of human life. അതുകൊണ്ട് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ കൾച്ചർ അതൊരു യൂറോപ്യൻ കൾച്ചറിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. നമ്മളുടെ ഇവിടെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി സെക്സ് നീഡ് സാറ്റിസ്ഫാക്ഷൻ ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ദ സൊസൈറ്റീസ് നോംസ് ആൻഡ് കൾച്ചർ. നമ്മുടെ കൾച്ചറിൽ ഇത് സെക്സ് നീഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മാരേജുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലേ? അത് സോഷ്യൽ അപ്രൂവൽ എന്ന് പറയുന്നത് മാരിറ്റൽ ലൈഫിൽ മാരേജോട് കൂടിയിട്ടാണ് അതിനുള്ളൊരു സോഷ്യൽ അപ്രൂവൽ നമുക്ക് കിട്ടുന്നത്. ബട്ട് പുറത്തൊക്കെ അങ്ങനെയല്ല. അവർക്ക് താല്പര്യമുള്ള ആളുകൾ തമ്മിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും അഡോളസൻസ് മൊത്തം ഒരുമിച്ച് നടക്കാനും ഇൻട്രാക്ട് ചെയ്യുന്നതിനും ഒരുമിച്ച് താമസിക്കുന്നതിനോ ഒരുമിച്ച് നടക്കുന്നതിനോ ഒന്നും അവിടെ അതിന് എതിർപ്പില്ല. അതവരുടെ കൾച്ചറാണ്. നമ്മുടെ കൾച്ചറിൽ സെക്സ് എന്ന് പറയുന്നത് സെക്സ് നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് സൊസൈറ്റി അലോട്ട് ചെയ്തിരിക്കുന്ന നോം എന്ന് പറയുന്നത് മാരേജാണ്. ആഫ്റ്റർ ദ മാരേജ് അല്ലെങ്കിൽ മാരേജോടുകൂടി വിവാഹത്തോടൊപ്പമാണ് നമുക്ക് ഈ ഒരു നീഡ് സാറ്റിസ്ഫാക്ഷൻ നമ്മളുടെ കൾച്ചറിൽ അലൗ ചെയ്തിരിക്കുന്നത്. യെസ്, അപ്പം അതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവൻ്റെ ശരീരത്തിലുള്ള നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മൾ പഠിച്ചതാണ്. സെക്സ് ഈസ് ആൻ ഇൻസ്റ്റിങ്ക്റ്റ്, ബയോളജിക്കലായിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ്. അത് വ്യക്തി എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ റിലീജിയനോ മൊറാലിറ്റിയോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ സൊസൈറ്റിയോ കൾച്ചറോ ഒന്നും നോക്കാതെ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ വിശപ്പും ദാഹവും പോലെയുള്ള ഒരു നീഡായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സെക്സ് എന്ന് പറയുന്ന നീഡിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരിക്കലും നമ്മുടെ കൾച്ചറിൽ അതൊരിക്കലും ആക്സെപ്റ്റബിൾ അല്ല, നമുക്കറിയാം. പക്ഷേ ആളുകൾ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സെക്സ് എന്ന് പറയുന്നത് എന്നതാടാവേ ഒരു വിശപ്പും ദാഹവും പോലെയുള്ള ഒന്നാണ്, അങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് തെറ്റായൊരു കാഴ്ചപ്പാടാണ്. അവരുടെ കൾച്ചറിൽ അവർ അവരുടേതായ ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. അക്കോർഡിംഗ് ടു ദെയർ കൾച്ചർ അവർ സിസ്റ്റം ഈസ് എൻറ്റയർലി ഫോൾട്ടി ബിക്കോസ് ഇത് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മളുടെ പോളിഗമി, ഒരു ഭർത്താവ് ഒരു ഭാര്യ മാത്രം, ഒരു പങ്കാളിയോടൊപ്പമുള്ള 50-60 വർഷത്തോളമുള്ള ജീവിതം, അതവർക്ക് ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവരെ സംബന്ധിച്ച് 10-15, 7-8, 4-5 ഒക്കെ വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് പങ്കാളികളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവർക്കത് പറ്റത്തില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വളരെ സന്തോഷത്തോടെ പിരിയുന്നു, അടുത്ത മറ്റൊരാളുമായിട്ട് വിവാഹം കഴിക്കുകയോ അല്ലാതെയോ അവർ ഒരുമിച്ച് പങ്കാളിയാകുന്നു, സ്പൗസിനെ കണ്ടെത്തുന്നു, പാർട്ണറെ കണ്ടെത്തുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു. ദാറ്റ് ഈസ് എ കൾച്ചർ ഓഫ് ദാറ്റ് കൺട്രി ഓർ ദാറ്റ് ഈസ് എ കൾച്ചർ ഓഫ് ദാറ്റ് സൊസൈറ്റി. നമുക്ക് അവരുടെ കൾച്ചറിനെ കുറ്റം പറയുകയോ തെറ്റു പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കൾച്ചർ നമ്മൾ വളരെ നല്ല രീതിയിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഈ സെക്സ് എന്ന് പറയുന്നത് ഒരു ടാബു എന്നുള്ളതിനപ്പുറത്തേക്ക്
അതിനെ ഒരു നാണക്കേടിന് അടയാളമാക്കി വെക്കുന്നതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു നീഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. അവരത് തുറന്ന് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നമ്മളുടെ രീതിയിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി നോ മോർ എക്സ്പ്ലനേഷൻ ഈസ് റിക്വയർഡ് ബിക്കോസ് നമുക്കറിയാം അത് എങ്ങനെയാണെന്നുള്ളത്. ദെൻ ഇൻ ദി കേസ് ഓഫ് ഓക്സിജൻ ഇല്ലേ, നമുക്കില്ലാതെ ഒരിക്കലും നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഓക്സിജൻ ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം വിശപ്പും ദാഹവും അവിടെ നിർത്തും. പിന്നെ എന്താ, ശ്വാസം കിട്ടിയിട്ട് മതിയല്ലോ, ശ്വാസം എടുത്തിട്ട് വേണമല്ലോ ഭക്ഷണം കഴിക്കാൻ. ദെൻ നൗ എ ഡേയ്സ് ഇറ്റ് ഈസ് എസെൻഷ്യൽ. ഈ തിയറി ഇല്ലേ, ഒരു തുണ്ട് നമ്മുടെ ചുറ്റും ഉള്ള നമുക്ക് ഇഷ്ടം പോലെ സുലഭമായിട്ടുള്ള ഓക്സിജനെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഡ്യൂ ടു COVID-19 അല്ലേ, പാൻഡമിക്കാണ്. നമുക്ക് ചുറ്റും ഇഷ്ടം പോലെയുണ്ട്. ബേസിക് നീഡാണ് ഓക്സിജൻ. ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, വലിച്ചെടുക്കാൻ പറ്റുന്നില്ല, അതിനുള്ള എബിലിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നു. അവിടെയല്ലേ ഓക്സിജൻ്റെ നമുക്ക് അറിയാം, ടൺ കണക്കിന് ഓക്സിജൻ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അതൊരു റിക്വയർമെൻറ്റ്സായി വന്നു, എസെൻഷ്യലായിട്ട് വന്നു. ഇല്ലാത്തതുകൊണ്ടാണോ? പക്ഷേ ആളുകളുടെ അസുഖം മൂലം ആളുകൾക്കത് വലിച്ചെടുക്കാനായിട്ട് അവൻ്റെ സർവൈവലിന് അവന് പറ്റാതെ വന്നു. സോ ഭക്ഷണത്തെക്കായാലും വെള്ളത്തെക്കായാലും ബാക്കി മറ്റെന്തിനേക്കായാലും വളരെ എസെൻഷ്യലായിട്ട് വന്നു. ബിക്കോസ് അതില്ലാതെ അവന് അധിക സമയം മിനിറ്റുകൾ മുമ്പോട്ട് പോകാം, ഏതാനും മിനിറ്റുകളെ അവന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതിനപ്പുറത്തേക്കുള്ള ലൈഫില്ല. ബാക്കി കഥകൾ നമ്മൾ അതിനകത്ത് പറയേണ്ട കാര്യമില്ല, അത്രയും സ്ട്രോങ് ആണ്. ദെൻ ദ നെക്സ്റ്റ് ലെവൽ, ഈ പറയുന്ന കാര്യങ്ങൾ ബേസിക് നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് നീഡ്സ് വിൽ അറൈസ്. ഇത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ നീഡ് അറൈസ് ചെയ്യും. ദാറ്റ് ഈസ് ദ സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി ഫ്രം ദ സൊസൈറ്റി, സേഫ്റ്റി ഫ്രം ദ കമ്മ്യൂണിറ്റി, സേഫ്റ്റി ഫ്രം അവർ നെയ്ബേഴ്സ് അല്ലേ, സംടൈംസ് സേഫ്റ്റി ഫ്രം അവർ ഫാമിലി മെമ്പേഴ്സ് അല്ലേ, സേഫ്റ്റി ഫ്രം അവർ ക്ലാസ് റൂം അല്ലേ, ക്ലാസ് റൂമിന്. ദാറ്റ് മീൻസ് ദ സേഫ്റ്റി എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആകാം. നമ്മളുടെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുക. അക്കോർഡിംഗ് ടു യുവർ പേരൻസ്, യുവർ ഹോസ്റ്റൽ ഈസ് ദ മോസ്റ്റ് സേഫസ്റ്റ് പ്ലേസ്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സേഫ്. ദെൻ കോളേജ് ആൻഡ് റിലേറ്റഡ് പ്ലേസസ് അല്ലേ, അനക്ച്വർ ക്യാമ്പസ് ഈസ് ദ മോസ്റ്റ് സേഫസ്റ്റ് പ്ലേസ്. അത് ഏറ്റവും സേഫാണോ? കുട്ടി എത്രത്തോളം, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എത്രത്തോളം സേഫാണ് അവിടെ, സേഫ്റ്റി നീഡ് അഷ്വർ ചെയ്യുന്നു. സ്വന്തം വീട്ടിലെ അതേ കാര്യങ്ങൾ തന്നെ അതേ സേഫ്റ്റി അഷ്വർ ചെയ്യുന്നു. അതവർ പണം കൊടുത്ത് വാങ്ങുകയല്ലേ ആ സേഫ്റ്റി. അതാണല്ലോ ഹോസ്റ്റൽ ഫീസ് എന്ന് പറഞ്ഞ് അടയ്ക്കുന്നത്. ബേസിക് നീഡ്, ഫുഡിനും വാട്ടറിനും സ്ലീപ്പിനും ഉള്ള നീഡ്. ബാക്കി ഓക്സിജൻ ഇഷ്ടം പോലെ ഉണ്ട്, വലിച്ചെടുത്താൽ മതി. നീഡിനുമുള്ള പണം അടച്ചത് സേഫ്റ്റി അഷ്വർ ചെയ്യുന്നു. സേഫ്റ്റി അഷ്വർ ചെയ്യുന്ന പേരൻസ്. ദെൻ ഇനി നമ്മൾ പിൻകാലത്തേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ പൂർവികരിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇടുക്കിയിലെ ആളുകൾ മുഴുവൻ മൈഗ്രേറ്റഡാണ്. ഇടുക്കിയിലെ തദ്ദേശീയരായ ആളുകൾ എന്ന് പറയുന്നത് അവിടുത്തെ ട്രൈബൽസ് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണ്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആളുകൾ, ഇവരുടെ പൂർവികരായ ആളുകൾ ഹൈ റേഞ്ചിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ, നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന ലോ റേഞ്ച് എന്ന് പറയുന്ന സ്ഥലവും ആദ്യകാലങ്ങളിൽ വനമായിരുന്നു. ഈ പ്രദേശങ്ങളിൽ വന്ന് താമസിച്ചപ്പോൾ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ആയിരുന്നു അവർ സെലക്ട് ചെയ്തിരുന്നത് ഫോർ സ്ലീപ്പ്. ഏറ്റവും വലിയ ഉയരം കൂടിയ മരത്തിൻ്റെ മുകളിൽ കുടിലുകൾ കെട്ടിയുണ്ടാക്കി, ഏറുമാടെന്ന് നമ്മൾ പറയുന്നു. ഇപ്പം നമ്മളതിനെ ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ട്രീ ഹൗസസ് എന്നാക്കി അല്ലേ, ഏറുമാടം കെട്ടിയുണ്ടാക്കി അതിൻ്റെ മുകളിൽ മറ്റു വന്യമൃഗങ്ങളുടെ, ആനയോ മറ്റ് വന്യമൃഗങ്ങളോ ആക്രമിക്കാതെ, മറ്റ് ഇഴജന്തുക്കളുടെ ശല്യമില്ലാതെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ അവർ കൂടാരം ഒരുക്കി അതിൽ താമസിച്ചു, അതിൽ ഉറങ്ങിയവരാണ്. അപ്പോൾ അത്രയും വലിയ ഒരു കാഴ്ചപ്പാട്, അത്രയും വലിയൊരു വിഷൻ ഉണ്ട്. ആ വിഷനിൽ നിന്നാണ് എന്ത് വരുന്നത്? ആ വിഷനിൽ നിന്നുമാണ് ആ വിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് അവർ സേഫ്റ്റി നീഡ്. നമ്മുടെ സേഫ്റ്റി നീഡാണത് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ സുരക്ഷിതമാണോ? നമ്മുടെ പെൺകുട്ടി എത്രത്തോളം സുരക്ഷിതയാണ്? ഏത് രാത്രിയിലും ഇഷ്ടംപോലെ ആഭരണങ്ങൾ അണിഞ്ഞ് ഏത് പാതിരാത്രിയിലും സ്വതന്ത്രമായി നടക്കാൻ എന്ന് സ്ത്രീക്ക് സാധിക്കുന്നുവോ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും ഡെവലപ്ഡ് എന്ന് പറയുന്നതെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അത്രയും വലിയ ഒരു വളർച്ച, സേഫായിട്ടുള്ളൊരു സ്ഥലം, സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ബേസിക് നീഡ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് സേഫ്റ്റി നീഡാണ്. നമുക്ക് ഏറ്റവും സേഫായിട്ടുള്ളൊരു സ്ഥലം വേണം, അവിടെ നമുക്ക് ഉറങ്ങണം, അവിടെ നിന്നാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഏത് വ്യക്തിയെ സംബന്ധിച്ചും, വീട് വലുതാകട്ടെ ചെറുതാകട്ടെ, ഒരു വ്യക്തി ഏറ്റവും സേഫായിട്ടുള്ള പ്ലേസായിട്ട് കൺസിഡർ ചെയ്യുന്ന അവൻ്റെ വീടാണ്. അവിടെ സേഫ്റ്റി ഇല്ല എന്ന് വന്നാൽ പിന്നീടുള്ള ലൈഫ് എന്ന് പറയുന്നത് ഹൊറിബിളായിരിക്കും.
എന്തുമായിക്കോട്ടെ, ഏത് രീതിയിലും ആയിക്കോട്ടെ, സ്വന്തം വീട്ടിൽ സേഫ്റ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ലൈഫ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിലായിരിക്കും. ഓക്കെ, ദെൻ സേഫ്റ്റി നീഡ്സ്. ഇതിന് കുറച്ചുകൂടി ഒരു എക്സ്പാൻഷനൊക്കെ ഉണ്ട്. മാതാപിതാക്കൾക്ക് പ്രായമാകുകയും അവരുടെ ദെയർ എബിലിറ്റി എങ്ങനെയാണ് കുറഞ്ഞു വരികയും ചെയ്യുന്നതുകൊണ്ട് മാതാപിതാക്കൾ പെൺമക്കളെ കൂടുതൽ കരുത്തരായ ചെറുപ്പക്കാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സിസ്റ്റമാണ് മാര്യേജ്. ദേ അഷ്വർ ദ സേഫ്റ്റി ഓഫ് ദെയർ വാർഡ്സ്, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ഡോട്ടേഴ്സിൻ്റെ അല്ലേ, അവരുടെ മക്കളുടെ സേഫ്റ്റി അഷ്വർ ചെയ്യുന്നതാണ് മാര്യേജ് എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയും. ഈ തിയറി എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പറയുന്നുണ്ട്. പ്രായമായി അവരുടെ സേഫ്റ്റി അഷ്വർ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മറ്റൊരാൾക്ക് മകളുടെ ഉത്തരവാദിത്വവും മകളുടെ ചുമതലകളും അവളെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാളും തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ കണ്ടെത്തി അവരിലേക്ക് ഭരമേൽപ്പിക്കുന്നു എന്നുള്ള ഒരാശയവും കൂടി ഇതിനകത്ത് പറയുന്നത്. നമ്മളിങ്ങനെ തിയറിയെ നമ്മളുടെ നിത്യജീവിതവുമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കും. Then safety needs. Then the next level of need is love and belongingness needs. Love and belongingness means to love and to be loved. That is a need. അല്ലേ, നമുക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു അവസരം. ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം. അത് നമ്മളുടെ ഒരു വലിയൊരു ഡിസയറാണ്, ഡിസയർ ഫോർ ലവ്. അപ്പോൾ ഈ ഒരു ഡിസയർ എന്ന് പറയുന്നത് നിലനിർത്തി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അത് ഫുൾഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ് പ്രൊവൈഡ്സ് ദറ്റ് ഡിസ്കംഫോർട്ട് അമംഗ് ദ ഇൻഡിവിജ്വൽ ലൈഫ്. യെസ്, ബിലോങ്ങിങ്നെസ്. വി ആർ ബിലോങ്ഡ് ടു അവർ ഫാമിലി, വി ആർ ബിലോങ്ഡ് ടു അവർ കമ്മ്യൂണിറ്റി, അവർ സൊസൈറ്റി അല്ലേ. ഏതെങ്കിലും ഒരു സിസ്റ്റവുമായിട്ട് നമ്മൾ ബിലോങ്ങിങ് ആണ്, നമ്മുടേതായതാണ്. ഇൻ കേസ് എൻ്റെ അപ്പൻ അല്ലേ, എൻ്റെ എന്ന് പറയുന്നത് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ബിലോങ്ങിങ്നെസ്. എൻ്റെ ബാഗ്, എൻ്റെ ബെഡ് അല്ലേ, ഇത് എൻ്റെ മുറി, ഇതൊക്കെ ബിലോങ്ങിങ്നെസ് ആണ്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് ഫോം ഓഫ് ബിലോങ്ങിങ്നെസ്, നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ പറയും. ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അതിനെ സ്വന്തമാക്കി വയ്ക്കാൻ, നമ്മുടേതായിട്ട് വയ്ക്കുവാൻ, നമ്മുടേതായ രീതിയെ സ്നേഹിക്കുവാൻ, തിരിച്ച് സ്നേഹം കിട്ടുവാൻ അല്ലേ. തിരിച്ച് അങ്ങോട്ട് സ്നേഹിച്ചാൽ മാത്രം പോരാ, തിരിച്ച് സ്നേഹം ലഭിക്കുകയും കൂടി ചെയ്യണം. അതെല്ലാം എന്താണ്, ബിലോങ്ങിങ്നെസ് നീഡുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ബിലോങ്ങിങ്നെസ് നീഡിനെ നമ്മൾ ഫുൾഫില്ല് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ബിലോങ്ങിങ്നെസ് നീഡ് എന്ന് പറയുന്നതിനെ ഫുൾഫില്ല് ചെയ്യാനായിട്ട് പലപ്പോഴും അതിനും കൾച്ചറും സൊസൈറ്റിയും വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്. ഈ ഒരു ബിലോങ്ങിങ്നെസ് നീഡ് ഫുൾഫില്ല് ചെയ്യണമെങ്കിൽ അതിനും ഒരു വലിയ റോളുണ്ട്, കൾച്ചറിൻ്റെ ഒരു ബാരിയറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ബാരിയേഴ്സുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു നോംസിനനുസരിച്ച് മാത്രമേ നമ്മളത് ചെയ്തു പോകുന്നത്. പക്ഷേ ഇത് എത്രയൊക്കെ നോം ഉണ്ടെങ്കിലും സൊസൈറ്റി ഉണ്ടെങ്കിലും വ്യക്തിയാണോ അവന് ഈ പറയുന്ന ബിലോങ്ങിങ്നെസ് എന്ന് പറയുന്നതിനുള്ള അതെന്ത് വേണമെങ്കിലും ആകാം. സ്വന്തമാക്കാൻ, ചിലപ്പോൾ നേട്ടങ്ങൾ സ്വന്തമാക്കാനാകാം, ചിലപ്പം വ്യക്തികളെ നേടിയെടുക്കുന്നതിലേക്കാകാം, ചിലപ്പോൾ ഏതെങ്കിലും ആർട്ടിക്കിൾസ്, എക്യുപ്മെൻറ്റ്സ് അല്ലേ, എന്തെങ്കിലും അവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ അഭിവാഞ്ചകളാകാം നീഡ് ഫോർ ബിലോങ്ങിങ്നെസ്. അപ്പോൾ ഈ നീഡിനെ നമ്മളുടെ ബിലോങ്ങിങ്നെസ് എന്ന് പറയുന്നതിനെ ഫുൾഫില്ല് ചെയ്യണം. നമ്മുടേതായത് നമുക്ക് വേണ്ടിയുള്ളതായിട്ട് നമ്മളെ കെയർ ചെയ്യുന്ന, ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണിക്കാം ഒരു പക്ഷേ. എന്തുമായിക്കോട്ടെ, അതൊരു ബിലോങ്ങിങ്നെസ് നീഡ് ഫുൾഫില്ല് ചെയ്തേ പറ്റൂ. നീഡ് ഫോർ ഫ്രണ്ട്ഷിപ്പ്, നീഡ് ഫോർ ലവ്. നമുക്ക് സൊസൈറ്റിയുടെ ഭാഗമായിരിക്കാതെ പറ്റത്തില്ല, ആ ബിലോങ്ങിങ്നെസ്സാണ്. കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കാതെ പറ്റില്ല. റിലീജിയസ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഏതെങ്കിലും ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാതെ മുമ്പോട്ടുള്ള ജീവിതം ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ട് നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ബിലോങ്ങിങ്നെസ്സിനെ ഫുൾഫില്ല് ചെയ്യുക എന്നുള്ള സിസ്റ്റം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഫിസിയോളജിക്കൽ നീഡ്, ആഹാരം കഴിച്ച് കഴിയുമ്പോൾ നല്ല സേഫ്, നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഉറങ്ങാനുള്ള ഒരു സേഫായിട്ട് ഉറങ്ങാനുള്ള സ്ഥലം വേണം. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഹോം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അത് പറയാം. അപ്പോൾ ഹോം ഇല്ലേ, നമ്മുടെ വീടെന്ന് പറയുന്നത് വീടൊരുക്കുവാണ്. വീടൊരുങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്നാണ് നമ്മൾ താമസിക്കുന്നത്. ഹോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ്. ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം നമ്മളുടെ ഹോമാണ്, അത് നമ്മളുടെയാണ്. അവിടെ തന്നെ എന്തും വരുന്നുണ്ട്, ബിലോങ്ങിങ്നെസ് നീഡും കൂടി ഓട്ടോമാറ്റിക്കലി ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ദെൻ
പിന്നെ നമുക്കവിടെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള അവസരങ്ങൾ, നമുക്ക് സർക്കിളുകൾ, ഫ്രണ്ട് സർക്കിളുകൾ, സൊസൈറ്റിയുടെ ഭാഗമാകുന്നു അല്ലേ, കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നു, ആ നാടിൻ്റെ ഭാഗമായി മാറുന്നു അല്ലേ, അവിടുത്തെ ഒരു സോഷ്യൽ ലൈഫ് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൾ ദീസ് നീഡ്സ് ആർ കൺസിഡേർഡ് ആസ് ഡെഫിഷ്യൻസി നീഡ്സ്. ഇതിലൊന്നും, ഈ നീഡുകളൊന്നും ഫുൾഫിൽ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുമ്പോട്ട് അടുത്ത ലെവൽ നീഡിലേക്ക് പോകാൻ പറ്റത്തില്ല. ഈ നീഡുകൾ ഫുൾഫിൽ ചെയ്യാതെ അടുത്ത ലെവൽ നീഡിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഡെഫിഷ്യൻസി നീഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഡെഫിഷ്യൻസി നീഡ്സാണ്. ബേസിക് നീഡ്സിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ ഡെഫിഷ്യൻസി നീഡ്സ് ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് ബേസിക് നീഡ്സും സേഫ്റ്റി നീഡ്സും ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് ലെവൽ ആഫ്റ്റർ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് അവർ ബിലോങ്ങിങ്നെസ് നീഡ്, what will happen? The esteem need will arise. Esteem need ഡെവലപ്പ് ചെയ്യുന്നു. The social approval, social recognition, need for recognition, need for approval. സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സോഷ്യൽ നീഡാണ്, നമ്മളുടെ ഒരു സോഷ്യൽ നീഡായിട്ടാണ് ഈ എസ്റ്റീം നീഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സോഷ്യൽ നീഡ്. എപ്പോഴും ഈ സോഷ്യൽ നീഡിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മൾ മാക്സിമം അതൊരു റെക്കഗ്നീഷൻ അച്ചീവ് ചെയ്യുക, ഏതെങ്കിലും ആളുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉന്നതമായ സ്ഥാനം നേടിയെടുക്കുക, ഇതൊക്കെ നമ്മളുടെ സോഷ്യൽ നീഡിൽ നിന്നും അല്ലെങ്കിൽ എസ്റ്റീം നീഡിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന, അത് എസ്റ്റീം നീഡിൽ നിന്നുമാണ് നമ്മളത് പഠിച്ചെടുക്കുന്നത്. അങ്ങനെ എസ്റ്റീം നീഡിൽ നിന്നും നമ്മൾ ഫുൾഫിൽ ചെയ്തെടുക്കുന്ന ഇത്തരം ഡിറൈവ് ചെയ്ത് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ നീഡ് ഫുൾഫിൽമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എസ്റ്റീം നീഡ് ദെൻ ഏതെങ്കിലും പദവികൾക്ക് വേണ്ടിയിട്ടാവാം, ഏതെങ്കിലും അംഗീകാരങ്ങൾക്ക് വേണ്ടിയാകാം, ഉന്നതമായ പദവികൾക്ക് വേണ്ടിയിട്ട് വളരെയധികം ആളുകൾ എന്ത് ചെയ്യും, ആളുകൾക്ക് പലപ്പോഴും പവർ മോട്ടിവേഷനൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ചില ആളുകൾക്ക് അധികാരം ഇല്ലാതെ പറ്റത്തില്ല. അവർക്ക് ആ റെക്കഗ്നീഷൻ കിട്ടാതെ, ആ ഒരു എസ്റ്റീം സൊസൈറ്റിയിൽ നിന്ന് ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാതെ അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്ന അവസ്ഥ, എസ്റ്റീം നീഡ്സ്. അതുപോലെ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത് വളരെയധികം ഫുൾഫിൽ ചെയ്തു പോകുന്നു. അത് നമ്മുടെ സോഷ്യൽ നീഡാണ്. അത് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ലെവലായ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ നമുക്ക് വേണമെങ്കിൽ പറയാം. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് ഫുള്ളി സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ, around 95% of person can't achieve the self actualization level. സെൽഫ് ആക്ച്വലൈസേഷൻ ലെവലിലേക്ക് എത്തിച്ചേരാറില്ല. ഒരു വ്യക്തിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ അയാളുടെ ഡെവലപ്മെൻറ്റിനും ചുറ്റുമുള്ളവരുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനുമായിട്ട് എടുക്കുകയും അതിലേക്ക് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ എന്നൊക്കെ വിളിക്കുന്നത്. സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും മാക്സിമം ഉള്ള പൊട്ടൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടോ അത് മുഴുവനും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് എബിലിറ്റിയായി മാറി. പൊട്ടൻഷ്യലിൽ നിന്നാണ് എബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പം ഒരു വ്യക്തിയിലുള്ള മുഴുവൻ പൊട്ടൻഷ്യൽസ് ഉപയോഗിച്ച് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടും വ്യക്തിയുടെയും അവനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുടെയും സമൂഹത്തിൻ്റെ ആകമാന നന്മയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറയുന്നുണ്ട് നമ്മളുടെ മഹാത്മാഗാന്ധി, മദർ തെരേസ, എബ്രഹാം ലിങ്കൺ, ഇങ്ങനെ പല ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. ഈ പല ആളുകളെയും നമ്മൾ കാണുന്നുള്ളപ്പോൾ ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ കോൺട്രിബ്യൂട്ട് മച്ച് മോർ ഇൻ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദെയർ സൊസൈറ്റി അല്ലേ. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ചുറ്റുമുള്ള ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഒത്തിരി കൊണ്ടുവരുന്നു. അതാണ് സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത്. നമുക്കിവിടെ പലപ്പോഴും പല ആളുകളും സെൽഫ് ആക്ച്വലൈസ്ഡ് ആണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. കാരണം അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ആത്മസാക്ഷാത്കാരമാണ്. എനിക്കിനി പ്രത്യേകിച്ചൊന്നും നേടാനില്ല എന്നുള്ള ചിന്താഗതിയാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ദ പീക്ക് എക്സ്പീരിയൻസ്. അക്കോർഡിംഗ് ടു മാസ്ലോ, ടൈംസ് ഇൻ എ പേഴ്സൺസ് ലൈഫ് ഡ്യൂറിങ് വിച്ച് സെൽഫ് ആക്ച്വലൈസേഷൻ ഈസ് ടെമ്പററിലി അച്ചീവ്ഡ്. നമ്മളത് ടെമ്പററി ആയിട്ട് അച്ചീവ് ചെയ്യുന്ന ചില കണ്ടീഷനുണ്ട്. ആ കണ്ടീഷനെയാണ് നമ്മൾ പീക്ക് എക്സ്പീരിയൻസ് എന്ന് വിളിക്കുന്നത്. അത് ആ വ്യക്തിയുടെ ലൈഫിലെ പീക്ക് എക്സ്പീരിയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരിക്കലും കംപ്ലീറ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ്റെ പരിധിയിലേക്ക് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായി മാറുക എന്ന് പറയുന്നത് 5% ആളുകളൊക്കെ എത്തുന്നുള്ളൂ എന്നാണ് പറയുന്നതെങ്കിലും ആ ലെവലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വലിയൊരു
അവസ്ഥയാണ്. അത് നമ്മളുടെ ലോവർ ലെവൽ നീഡ് മുഴുവൻ ഫുൾഫില്ല് ചെയ്യാതെ ഒരിക്കലും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തത്തില്ല. ബട്ട് എവറി ഇൻഡിവിജ്വൽസ് ഹാവ് ആൻ ഇന്നേറ്റ് ഫീലിംഗ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ ടെൻഡൻസി, innate tendency of self-actualization, to get self-actualization. That is called the self-actualization tendency. It plays the role of force behind generating motivation. So generating the needs, higher level of needs. ഒരു നീഡ് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹയർ ലെവൽ നീഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ എന്തുണ്ട്? അവിടെ ഒരു ഫോഴ്സിൻ്റെ ഒരു ഇതുണ്ട്, അതായത് അവിടെ ഒരു എനർജി പാർട്ട് ഉണ്ട്. ദാറ്റ് എനർജി പാർട്ട് ഈസ് നോൺ ആസ് ദ സെൽഫ് ആക്ച്വലൈസേഷൻ ടെൻഡൻസി. ഇറ്റ് ഈസ് ഇന്നേറ്റ് എമംഗ് എവരി ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തികളിലും ഇന്നേറ്റ് ആയിട്ടുള്ളൊരു ടെൻഡൻസിയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ ടെൻഡൻസി. എല്ലാ ആളുകളിലും സെൽഫ് ആക്ച്വലൈസ്ഡ് ആകണമെന്നുള്ളൊരു ടെൻഡൻസി അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഈ ടെൻഡൻസിയാണ് എന്ത് ചെയ്യുന്നത്? ബയോളജിക്കൽ നീഡ് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ സേഫ്റ്റി നീഡ് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഹയർ ലെവൽ നീഡിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ഹയറാർക്കി ഓഫ് നീഡ്സ്. ഇത് ചില ടെക്സ്റ്റുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് കൂടുതൽ ഈ ഹയറാർക്കി ഇതിൽ കൂടുതൽ ചിലപ്പോൾ കണ്ടേക്കാം. അല്ലെങ്കിൽ ഹയറാർക്കിക്കൽ ഓർഡർ എന്ന് പറയുന്നത് now it is 6 in number, but in some text it may be 7 or 9 or in that way. But you know one thing, there are only 5 levels. Actually Maslow generate only 5 levels, but the researchers again divide certain needs, especially the social needs or the esteem needs, into 2 and more. Then they generate much more levels in this pyramid. In another text, the researchers divide the self actualization into 2 and generate another level of self actualization, that is called the transcendence needs. It is higher than the self actualization. Okay, in this way, sometimes in some text, or in if you search in the Google, you may get various types of pyramid other than needs in 5 അല്ലേ. 5 എണ്ണം ആണ് ആക്ച്വലി ഇതിനകത്ത് തിരിച്ചിരിക്കുന്നത്. ബട്ട് ചില സ്ഥലത്ത് നിങ്ങൾ നോക്കുമ്പോൾ കൂടുതൽ കിട്ടിയേക്കാം. അത് ഈ പറയുന്ന പോലെ ഓരോ റിസർച്ചേഴ്സും പിന്നീട് വന്നവർ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷനെ വീണ്ടും ഒരു ലെവൽ കൂട്ടി ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന ഒരു ലെവൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ നീഡിനെ ഡിവൈഡ് ചെയ്തിട്ട് 2 എണ്ണമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൊഗ്നിറ്റീവ് നീഡ്സ്, അതുപോലെ എസ്തെറ്റിക് നീഡ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ അവരവരുടെ രീതിയിലാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് റീഡ് ചെയ്യുക, ഡൗട്ട്സ് ഉള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യുക, നല്ല രീതിയിൽ വായിക്കുക, കൂടുതൽ വായിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.